NABHൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ 6th എഡിഷനിൽ മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷനിൽ 4ാമത്തെ സ്റ്റാൻഡേർഡ് 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് എക്സലൻസ് ആണ്. നമ്മൾ ബാത്റൂമിൽ കയറി കുളിക്കുമ്പോൾ സോപ്പ് ഒരു നിർബന്ധ ബുദ്ധിയാണോ? ഒരു നിർബന്ധമൊന്നുമല്ല. പലപ്പോഴും നമ്മളെപ്പോലെ ഒരു ഡ്രൈ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നവർ കുളി കഴിഞ്ഞ് നമ്മൾ നനഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഒരു അല്പം എണ്ണ പുരട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് പലപ്പോഴും നല്ല കാര്യമാണ്. അത് ഒരു ഓപ്ഷണലായിട്ട് എടുക്കാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആകുന്നത് ഒഴിവാക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റും. എന്നാൽ കുളിക്കുമ്പോൾ സോപ്പ് തന്നെ ഉപയോഗിക്കണം എന്നതൊരു നിർബന്ധ ബുദ്ധിയായിട്ട് ഉപയോഗിക്കണമെന്നില്ല. തേങ്ങ നമുക്ക് കേരളത്തിലായതുകൊണ്ട് ധാരാളം ലഭ്യമാണ്. ഒന്ന് മിക്സിയിലടിച്ച് അതിൻ്റെ പാലെടുത്ത് ആ തേങ്ങാപ്പാലിലൊന്ന് കുളിച്ചു നോക്കേ, വേറെ സ്കിൻ ഡിസീസുകളൊന്നും വരുത്തില്ലെന്ന് മാത്രമല്ല, ഈ സുന്ദരനും സുന്ദരിയൊക്കെ ആകാൻ വേണ്ടിയിട്ട് എത്രമാത്രം പണമാണ് മുടക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ വിലയെക്കുറിച്ച് പറയും. അതിൻ്റെയൊക്കെ 10, 20, 30 ഇരട്ടിയാന്നേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനൊന്നും വലിയ റിസൾട്ട് തരാൻ പറ്റാത്തപ്പോൾ ഇത് നമുക്ക് വരുന്ന റിസൾട്ട് വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഓപ്ഷണലാണ്. എക്സലൻ്റ് ലൈഫിന് വേണമെങ്കിൽ ഫ്യൂച്ചർ എക്സലൻസിന് ഉപയോഗിക്കാം. അത്തരത്തിൽ ജീവിതത്തെ കെയർഫുള്ളായിട്ട് നോക്കുന്നവർ ആ രീതിയിൽ ജീവിതത്തെ തലയിൽ ഷാമ്പൂവിനൊരും ചെമ്പരത്തിത്താളി ഉപയോഗിക്കുക, അങ്ങനെ എക്സലൻസ് ലൈഫിൽ കീപ്പ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട്. അതുപോലെ ഈ MOM 4D എന്ന് പറഞ്ഞത് ഒരു എക്സലൻസ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ റീ അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. MOMലെ 4ാമത്തെ സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. വളരെ മനോഹരമായി ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോണിക്കലോ അല്ലാതെയോ ഒരു ഇൻഫർമേഷൻ സെറ്റ് ഉണ്ടാവണം. അത് ഡ്രഗ് ഇൻട്രാക്ഷൻസിൻ്റെയും ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻസിൻ്റെയും ആൽക്കഹോൾ ഡ്രഗ് ഇൻട്രാക്ഷൻസിൻ്റെയും തെറാപ്യൂട്ടിക് ഡ്യൂപ്ലിക്കേഷൻസ്, ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തുടങ്ങി ഒരു പ്രിസ്ക്രിപ്ഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. വളരെ കൃതാർത്ഥതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫസൽ മരക്കാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു 10-13 കൊല്ലം മുമ്പ് നമ്മൾ ഒരു 10-35 ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി മെഡിസിൻ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ അതിൽ ക്രിയേറ്റ് ചെയ്ത് ഇന്നത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിന് ഗ്രേവ്സിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഈ അസിസ്റ്റൻസ് ആൾറെഡി അവിടെ ലഭിക്കുന്നുണ്ട്. ഓൺ ദ ടൈം ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഈ ഓൾ ഡീറ്റെയിൽസ് വിൽ ബി അവൈലബിൾ ദെയർ. അത് പോപ്പപ്പ് ചെയ്തിട്ടേയിരിക്കും. സോ ഇത് റീ അക്രഡിറ്റേഷൻ സമയത്ത് മാത്രമല്ല, ഗ്രേവ്സ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് MOM 4D. ദ ഓർഗനൈസേഷൻ ഹാസ് എ മെക്കാനിസം ടു അസിസ്റ്റ് ദ ക്ലിനിഷ്യൻ ഇൻ പ്രിസ്ക്രൈബിങ് അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻ. സോ മെഡിക്കേഷൻസിനെ അപ്രോപ്രിയേറ്റ് നിർത്താനായിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആ മെഡിസിൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, മെഡിസിൻ ഇൻട്രാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, അനവധി മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡോസേജിനെ മനസ്സിലാക്കാനായിട്ട് ഉള്ള അസിസ്റ്റൻസ് വേണം MOM 4D.